ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന പാഠത്തിൽ എന്താണ് ഹൗ ടു ഡെവലപ്പ് കറേജ് അറ്റ് ആൻ ഏർലി ഏജ്, എങ്ങനെയാണ് കോൺഫിഡൻസും കറേജും നമ്മൾ ഏർലി ഏജിലെ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നത് ഒരു സീഗള്ളിൻ്റെ കഥയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് അധ്യാപകർ നിങ്ങൾക്ക് എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ കലാം എക്സോർട്സ് ഇൻസ്പയേഴ്സ് എവരിബഡി ടു ബി യുണീക്ക് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ യുണീക്ക് ആകേണ്ടത്, ബി യുണീക്ക്. അതാണ് APJ അബ്ദുൽ കലാം നമുക്ക് തന്നിട്ടുള്ള ഉപദേശം. ഓക്കെ, there are many people who have proved their uniqueness even while fighting adversities and limitations. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അഡ്വേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ, നമുക്ക് അതാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അതുപോലെ പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെയൊക്കെ ഹൗ ക്യാൻ വി ഓവർകം, അത് ഈ കഴിഞ്ഞ പാഠങ്ങളിലൂടെ നിങ്ങൾ പഠിച്ചു. So here Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. Supernova of physics ആയി തീരാൻ എങ്ങനെയാണ് തൻ്റെ ഡിസേബിലിറ്റിയെ സ്റ്റീഫൻ ഹോക്കിംഗ് ഓവർകം ചെയ്തത് എന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണ്? ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. സോ ദിസ് ഈസ് എ ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഓർക്കണം, ഇതൊരു ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണ്? ദ ഫേമസ് മോഡേൺ ഫിസിസിസ്റ്റ്. So Kitty Gail Ferguson is trying to give us the biographical story of Stephen Hawking. Okay, so I will read the lesson. You should look at your textbook and listen very carefully and try to read the lesson or the sentences in your mind. So in the Cockcroft lecture room on April 29th, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and side screen. The occasion was the inaugural lecture by a new Lucasian professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. Stephen Hawking was sitting in his chair for the inaugural lecture. So that is by a new Lucasian professor mathematics. He at the age of 38-year mathematician, and he was a physicist, and his name was Stephen Hawking. He was sitting in his armchair to give a lecture. So the title of the lecture was a question: is the end in sight for theoretical physics? Hawking startled his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science. What is meant by holy grail? നമുക്കെല്ലാവർക്കും അറിയാം, ജീസസ് ക്രൈസ്റ്റിൻ്റെ എന്താണ് ലാസ്റ്റ് സപ്പർ. അതിൽ എന്താണ് ഈ പാനപാത്രം അല്ലേ, ലാസ്റ്റ് സപ്പറിൽ അവസാനത്തെ അത്താഴത്തിൽ ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിൽ എന്താണ് വൈൻ നുകരാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം, ആ പാനപാത്രം എന്ന് പറയും. അതിനെയാണ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മൾ പറഞ്ഞു വീൽ ചെയറിലിരിക്കുകയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. എല്ലാവരും ഓഡിയൻസ് എല്ലാം അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കുകയാണ്. ഹൗ ക്യാൻ ഹി ഗിവ് എ ഗുഡ് സ്പീച്ച് വൈൽ സിറ്റിംഗ് ഇൻ ഹിസ് ആം ചെയർ? ആം ചെയറിലിരുന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് ജനങ്ങളെ അത്ഭുതപ്പെടുത്തി. എങ്ങനെയാണ്? ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് തിയറിറ്റിക്കൽ ഫിസിക്സ്.
He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. So, there is a question, how did Hawking startle the audience? What is the answer? Hawking startled his listeners by announcing that he thought it was. That means the end of theoretical physics was in sight. The end of theoretical physics was in sight. That is the answer. ഓക്കെ. അപ്പോൾ ജനങ്ങളെ അല്ലെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് അത്ഭുതപ്പെടുത്താൻ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നു എന്താണ്, തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അന്ത്യം നമ്മുടെ എല്ലാം മുന്നിൽ തന്നെ ഉണ്ട് എന്നതായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് സാറ്റ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ while one of his students read his lecture to the assembled company. Assembled, what is meant by assembled? Gathered. Company, you know. See, അപ്പോൾ assembled company അവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്ന ഓഡിയൻസിൻ്റെ മുന്നിൽ എന്താണ്, അത് ലെക്ചർ നോട്ട് എഴുതി വച്ചിരിക്കുന്നു, അത് വായിക്കുകയായിരുന്നു വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ലെക്ചർ വായിക്കുകയായിരുന്നു. സോ ഓഡിയൻസ് വാസ് വെരി മച്ച് ഈഗർ ടു നോ വാട്ട് ഇറ്റ് വാസ്. എന്താണ് അതിൽ പറയാൻ പോകുന്നത് എന്നറിയാൻ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. See, judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. Stephen Hawking did not appear to be a promising choice to lead a good adventure. ഒരു നല്ല അഡ്വഞ്ചർ നയിക്കാൻ പറ്റിയ ഒരു ശാരീരിക എന്താണ് കാഴ്ചയിലല്ല, ഒരു ഫിസിക്കൽ അപ്പിയറൻസിലല്ല സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയിരുന്നു. സോ judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. So there is a question, can a person be judged by appearance alone? No, we cannot judge a person by his appearance. We cannot judge a genius by his appearance alone. Appearance കൊണ്ട് മാത്രം, പ്രത്യക്ഷഭാവം എന്തൊക്കെയാണോ അത് കണ്ടുകൊണ്ട് മാത്രം നമുക്കൊരിക്കലും ഒരു ജീനിയസിനെ വിലയിരുത്താൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ വിലയിരുത്താൻ നമുക്ക് ആവില്ല. സോ എ ജീനിയസ് ക്യാൻ പ്രൊഡ്യൂസ് റിസൾട്ട്സ് ഈവൻ ഇൻ ഹിസ് ഡിസേബിലിറ്റി. ഡിസേബിലിറ്റിയിൽ പോലും, വൈകല്യങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ വ്യക്തിയുടെയും, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മാത്രമല്ല വ്യക്തികളുടെ എന്താണ് വൈഭവം, പ്രൊഡക്ടിവിറ്റി വെളിപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമുക്കൊരാളിനെ കണ്ടുകൊണ്ട് അയാൾ മോശമാണ് എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും ആവില്ല. ഓക്കെ, സോ യു ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. സ്റ്റീഫൻ ഹോക്കിംഗ് ഡിഡ് നോട്ട് അപ്പിയർ ടു ബി എ പ്രോമിസിംഗ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ. വൈ സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് sitting silently in his wheelchair while one of his students read his lecture to the assembled company. So he appeared to be incapable of any adventure. People thought, ജനങ്ങൾ ചിന്തിച്ചതാണ്, അപ്പിയറൻസ് കണ്ടിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരിക്കലും ഒരു അഡ്വഞ്ചർ നയിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ജനങ്ങളെല്ലാം വിശ്വസിച്ചങ്ങനെ ഇരിക്കുകയാണ്. സോ ഹോക്കിംഗ് ഡിഡിൻറ്റ്, വൈ? ബിക്കോസ് ഹോക്കിംഗ് ഡിഡിൻറ്റ് സീം എ പ്രോമിസിംഗ് ചോയ്സ് ടു ലീഡ് എനി അഡ്വഞ്ചർ. ഒരു അഡ്വഞ്ചറും നയിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന അപ്പിയറൻസിൽ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പിയറൻസ് അലോൺ വി കനോട്ട് ജഡ്ജ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ നമുക്ക് അപ്പിയറൻസ് കണ്ടുകൊണ്ട് മാത്രം ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ എന്താ പറയുന്നത് ഉത്തരം? ആ ചോദ്യത്തിൻ്റെ ആൻസർ, ക്യാൻ എ പേഴ്സൺ ബി ജഡ്ജ്ഡ് ബൈ അപ്പിയറൻസ് അലോൺ? ജസ്റ്റിഫൈ അവർ ആൻസർ. നമ്മുടെ ആൻസർ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക? നോ, വി കനോട്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് അപ്പിയറൻസ് അലോൺ. Because a genius can produce results even in his disability.
ഡിസേബിലിറ്റിയിൽ പോലും ഒരു വ്യക്തിക്ക് അയാളുടെ വൈഭവം എന്താണ് കാണിക്കാൻ, തുറന്നു കാട്ടാൻ, അല്ലെ, സക്സസ്ഫുൾ ആണ് താൻ എന്ന് കാണിക്കാൻ കഴിയും. സോ ഹി അപ്പിയർഡ് ടു ബി ബിക്കോസ് ഹി അപ്പിയർഡ് ടു ബി ഇൻകേപ്പബിൾ ഓഫ് എനി അഡ്വഞ്ചറിന് പറ്റിയ ഒരാളല്ല എന്ന് ജനങ്ങൾ വിലയിരുത്തിയത് വെറുതെ അല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അപ്പിയറൻസ് കൊണ്ട് മാത്രം നമുക്കൊരു വ്യക്തിയെ വിലയിരുത്താൻ കഴിയില്ല എന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പിന്നീടുള്ള പ്രവൃത്തിയിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ, ആ കുട്ടി വായിച്ച പ്രസംഗത്തിൽ നിന്നും ഓഡിയൻസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഡിസേബിലിറ്റിയിൽ പോലും ഒരു വ്യക്തിക്ക് കഴിയും. See next paragraph. Stephen William Hawking was born on 8th January 1942 in Oxford, England. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ 1942 ആരുടെ ജനനം? സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജനനം. അത് ജാനുവരി 8 ആയിരുന്നു, അല്ലേ? ജാനുവരി 8 1942 അത് ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചത്. It was exactly 300 years after the death of Galileo, the father of modern science. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗലീലിയോയുടെ, ഗലീലിയോ നിങ്ങൾക്കറിയാം, ഗലീലിയോ ഇൻവെൻറ്റഡ് ടെലിസ്കോപ്പ്, അല്ലേ? ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ഗലീലിയോയുടെ എന്താണ് ഡെത്ത് ഇതേ ദിവസം ആയിരുന്നു. എക്സാക്ട്ലി 300 years, അല്ലേ? 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേ ഡേറ്റിലാണ് ആര് മരിക്കുന്നത്? ഗലീലിയോ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് എവിടെ ജനിച്ചു? ഓക്സ്ഫോർഡിലാണ്. അദ്ദേഹം ജനിച്ച ദിവസം ജാനുവരി 8, വർഷം 1942, 1942 ജനുവരി 8 സ്റ്റീഫൻ ഹോക്കിങ് വാസ് ബോൺ ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. It was exactly 300 years after the death of Galileo. ഗലീലിയോ മരിച്ച കറക്റ്റ് 300 കൊല്ലം തികയുന്നതിൻ്റെ അന്നാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്, സ്റ്റീഫൻസ് പാരൻസ് വെയർ നോട്ട് വെൽത്തി. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസ് അത്ര വലിയ ധനികരൊന്നും ആയിരുന്നില്ല, അല്ലേ? വലിയ പണക്കാരൊന്നും അല്ല. അപ്പോൾ they were unable to give him a good education. നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ അത്ര ഉതകുന്ന സാമ്പത്തിക അവസ്ഥയിലായിരുന്നില്ല സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാരൻസ്. ഈവൻ ദെൻ ദേ ട്രൈഡ് ടു ഗിവ് ഹിം ബെസ്റ്റ് എഡ്യൂക്കേഷൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും തീരുമാനിച്ചു എങ്ങനെയാണ് തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. ദേ ട്രൈഡ് ദെയർ ലെവൽ ബെസ്റ്റ്. അതിനുവേണ്ടി അവരവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തു. സി ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്, Stephen's parents were not wealthy, but they believed in the value of education. പക്ഷെ അവർ ധനികരല്ലായിരുന്നു എങ്കിലും ഒരു കാര്യം അവർക്കറിയാമായിരുന്നു, ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെ ആണ്, അല്ലേ? അതവർ അന്നേ തിരിച്ചറിഞ്ഞിരുന്നു. അവർ 1942 ആണ് ഈ സംഭവം, അല്ലേ? അപ്പോൾ ഇദ്ദേഹം ജനിച്ചു കഴിഞ്ഞ് ഇപ്പോഴേ തന്നെ തൻ്റെ കുട്ടി എവിടെ പഠിക്കണം, ഏത് സ്കൂളിൽ പഠിക്കണം, എങ്ങനെയാണ് അവനെ വളർത്തേണ്ടത്, അവൻ ആരായി തീരണം എന്നൊക്കെ അന്നത്തെ കാലത്ത് തീരുമാനിച്ചിരുന്നത് പാരൻസ് തന്നെയായിരുന്നു. So they planned for Stephen to go to Westminster, a famous public school in the heart of London. അതുകൊണ്ട് ലണ്ടൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂളിൽ തൻ്റെ മകനെ സ്റ്റീഫനെ അയക്കണം എന്നതായിരുന്നു രക്ഷിതാക്കളുടെ ആഗ്രഹം. അവരങ്ങനെ പ്ലാൻ ഇട്ടു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, Stephen was ill at the time of the scholarship examination for Westminster. At that time, Westminster School conducted entrance examination or scholarship examinations, but Stephen Hawking could not attend the scholarship examination because of his illness. അദ്ദേഹത്തിൻ്റെ അസുഖം കാരണം ഈ കുട്ടിക്ക് അന്ന് വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിലെ സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിൽ ചേരാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് അൺഏബിൾ ടു അറ്റൻഡ് the scholarship examination which was conducted in the
വെസ്റ്റ്മിനിസ്റ്റർ സ്കൂൾ. വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിൽ കണ്ടക്ട് ചെയ്തിരുന്ന ഈ പരീക്ഷയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ പഠിക്കാൻ കഴിയാതെ പോകുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് അൺഏബിൾ ടു അറ്റൻഡ് the scholarship examination which was conducted in the Westminster School, London. Okay, so therefore he attended the local St. Albans School. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്താണ് വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിൽ പോകണം, അവനെ അവിടെ അയക്കണം എന്നതൊക്കെ ആയിരുന്നു പാരൻസിൻ്റെ ആഗ്രഹമെങ്കിലും കുട്ടിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല, അവൻ്റെ അസുഖം കാരണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വിചാരിച്ചാലും ചില സമയത്ത് നമുക്കത് കഴിയാതെ പോകും, നമുക്കൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥകളും അസുഖങ്ങളും കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് അൺഏബിൾ ടു ഗോ ടു സെൻറ്റ് ആൽബൻസ് സ്കൂൾ, Westminster School because of his illness. He was unable to attend the scholarship examination and at last he joined in the local St. Albans School. അപ്പോൾ തീരുമാനിച്ച പോലെ അദ്ദേഹത്തിന് അവിടെ പഠിക്കാൻ പറ്റാതെ പോയി, സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എഴുതാത്തതുകൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം LKG പോലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇന്ന് എൻട്രൻസ് എക്സാമിനേഷൻസ് സ്കൂളുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, LKG UKG ഒക്കെ പോകാൻ കഴിയുള്ളൂ. എന്ന് അത്ര എല്ലാറ്റിനും എൻട്രൻസ് എന്ന് പറയുന്നത് പ്രവേശന പരീക്ഷകൾ അല്ലേ. ഇവിടെ സ്കോളർഷിപ്പ് പരീക്ഷയാണ്, അതിൽ അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സോ ഹി ജോയിൻഡ് ഇൻ സെൻറ്റ് ആൽബൻ സ്കൂൾ. ഓക്കെ, then pass on to the next paragraph. By the time he was 8, at that time Stephen Hawking was 8 years old. He was thinking seriously about becoming a scientist. അദ്ദേഹം 8ാമത്തെ വയസ്സിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തീരുമാനിച്ചു, ഐ വിൽ ബിക്കം എ ഗുഡ് സയൻറ്റിസ്റ്റ്, ഞാനൊരു ശാസ്ത്രജ്ഞനായി തീരും എന്ന് 8ാം വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് തീരുമാനിച്ചിരുന്നു. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ്ഡ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻടു മെഡിസിൻ. ഫ്രാങ്ക് ഹോക്കിംഗ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്താണ്, മെഡിസിന് പോകാനായിരുന്നു. ഹിസ് ഫാദർ എൻകറേജ്ഡ് ഹിം ടു ബിക്കം എ ഡോക്ടർ അല്ലേ. അപ്പോൾ അന്ന് അച്ഛൻ്റെ തീരുമാനം എന്തായിരുന്നു, ഇവനെ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറാക്കി മാറ്റാം എന്നതായിരുന്നു അച്ഛൻ്റെ തീരുമാനം. പക്ഷേ ഇവൻ്റെ ആഗ്രഹം എന്തായിരുന്നു, ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. സി ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഡിഫിക്കൾട്ട്. ഇംപ്രിസൈസ് മീൻസ് വെരി ഡിഫിക്കൾട്ട്. ഇവിടെ ബയോളജി പഠിക്കണം എന്നാലേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ബയോളജി ഈസ് വെരി ഡിഫിക്കൾട്ട്. ബയോളജി ഭയങ്കര പ്രയാസമായിരുന്നു. അതിൽ ബോട്ടണി സുവോളജിയും ഒക്കെ പഠിക്കണം, അത് വളരെ പ്രയാസകരമായ ഒരു വിഷയമായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. സോ ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു ലേൺ ബയോളജി. അദ്ദേഹത്തിന് മെഡിസിൻ പഠിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു, ബയോളജി പഠിക്കാൻ താല്പര്യമില്ല. ബിക്കോസ് ഹി ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. അത് വളരെ പ്രയാസകരമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അത് വേണ്ട എന്ന് തീരുമാനിച്ചത്. He wanted a subject in which he could look for exact answers. He wanted to get correct answers for questions. ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടണം. കാട്ടിക്കൂട്ടി അതുവഴി ഇതുവഴിയൊക്കെ പറയുന്ന ഒരു ആൻസർ പോരാ. എക്സാക്റ്റ് ആൻസർ ഷുഡ് ബി ദയർ ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയണം. സോ ഹി വാണ്ടഡ് എ സബ്ജക്റ്റ് ഇൻ വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്റ്റ് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് തിങ്സ്. ഓരോ കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ റൂട്ട് വരെ, അതിൻ്റെ അടിവേര് വരെ അല്ലേ എത്തിക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായി, എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം, റീസൺസ് ഷുഡ് ബി ദയർ. വെറുതെ കണ്ണുടച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞാൽ പോരാ, അതിനുള്ള ശരിയായ ആൻസർ വേണം. സോ ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് ഓഫ് തിങ്സ്. കാര്യങ്ങളുടെ റൂട്ട് കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയണം. സി there is a question, what do you learn about Stephen Hawking's childhood? What do you know about his childhood? നിങ്ങൾക്ക് എന്തറിയാം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച്? സ്റ്റീഫൻ ഹോക്കിംഗ് was born on 8th January 1942 in Oxford, England. Then
Frank and Isabel Hawking were his parents, and they were not much wealthy. But they believed in the value of education. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് അവർ വളരെയേറെ വിശ്വസിച്ചിരുന്നു. അവരുടെ അഭിപ്രായം എഡ്യൂക്കേഷനാണ് മോർ ദാൻ വെൽത്ത് എന്ന് കണ്ടവരായിരുന്നു. So parents were not wealthy, but they wanted to educate their son in Westminster School. വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിൽ തൻ്റെ കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിക്കണം എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു. But he attended in St. Albans School because he could not attend the scholarship examination which was conducted in Westminster School. Okay. Then next paragraph. Young Stephen was no prodigy. ചൈൽഡ്ഹുഡിൽ പലരും അങ്ങനെയാണ്, കുട്ടിക്കാലത്ത് ഭയങ്കര ഒരു ജീനിയസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് 99%. ഒന്നോ രണ്ടോ പേരൊക്കെയാണ് എന്ത് ചെയ്യുക, യങ്ങർ ഏജിലെ വളരെ ജീനിയസ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെ യങ് സ്റ്റീഫൻ വാസ് നോട്ട് എ പ്രോഡിജി. അദ്ദേഹം വളരെ ഒരു ജീനിയസ് ആയിരുന്നില്ല. He was just an ordinary English schoolboy, slow in learning to read, his handwriting the despair of his teachers. ഇനി എന്താ അവിടെ പറയുന്നത്? അവനൊരു സാധാരണ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നു. ഹി വാസ് നോട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. അവനൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നില്ല. പിന്നെ എന്താ, നമ്മളെ പോലെയൊക്കെ തന്നെ അല്ലേ, സ്ലോ ടു റീഡ്, വായിക്കാൻ വളരെ സ്ലോ ആയിരുന്നു. വായിക്കട എന്ന് പറഞ്ഞാൽ റീഡ് ദ പേജ് ഓർ റീഡ് ദ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ തപ്പിയും തടഞ്ഞും ഒക്കെ അദ്ദേഹം വായിക്കുമായിരുന്നു. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്. വായിക്കാൻ പഠിച്ചതിന് വളരെ സ്ലോ ആയിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് വായിച്ച് പഠിക്കാനൊന്നും അവന് കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ പോലെ തന്നെ ഒരു പരീക്ഷയൊക്കെ എഴുതി വെച്ചാൽ നമ്മളത് വായിച്ചെടുക്കാൻ അധ്യാപകർ വിടുന്ന പാട്. കാരണം ഒന്നും വ്യക്തമല്ല, വരച്ചും കുറിച്ചും വച്ചിരിക്കുന്ന പോലെ ഉള്ള ഹാൻഡ് റൈറ്റിംഗ്. നീറ്റ് ഹാൻഡ് റൈറ്റിങ് ആണ് ഒരു നല്ല ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലക്ഷണം. പഠനം പിന്നീടാണ് അല്ലേ. അപ്പോൾ ഹാൻഡ് റൈറ്റിങ് നന്നായിരിക്കണം, അത് ചെറുതിലേ തന്നെ നമ്മൾ എഴുതി ശീലിക്കണം. അതിനാണ് സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ 4 ലൈൻ 2 ലൈൻ ബുക്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്, ടു ഡെവലപ്പ് യുവർ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ. നമ്മുടെ കൈയക്ഷരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം വെച്ചിട്ടുള്ളത്. 2 ലൈൻ ബുക്സും അതുപോലെ 4 ലൈൻ ബുക്സ് ഒക്കെ വെച്ചിട്ടുള്ളത് അതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് അധ്യാപകർക്ക് നിരാശ ഉണ്ടാക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. അധ്യാപകർക്ക് അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ഡിഫിക്കൾട്ട് ആയിരുന്നു. ഓക്കെ. ഹി വാസ് റാങ്ക്ഡ് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്. ഒരു എന്താ പറയുക, ഒരു ബിലോ ആവറേജ് അല്ല അല്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു 50% വരെ മാത്രമേ അദ്ദേഹത്തിന് മാർക്കുകൾ സ്കോർ ചെയ്യാനും റീഡ് ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും അതുപോലെ ക്ലാസ്സിലൊക്കെ ലിസൺ ഏത് എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന് ഒരു ആവറേജ് കുട്ടിയായിരുന്നു അല്ലേ. ബിലോ ആവറേജ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ആവറേജിന് മുകളിലോട്ട് പോകാൻ അദ്ദേഹത്തിന് യങ്ങർ ഏജിൽ കഴിഞ്ഞിരുന്നില്ല. ഓക്കെ. He was ranked no more than halfway up in the class, though he now says in his own defense it was a very bright class. പക്ഷെ ക്ലാസ്സിനെ കുറിച്ച് ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ക്ലാസ് വളരെ ബ്രൈറ്റ് ആയിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റ്. പിന്നെ എന്താ പറയുന്നത്, ഞാനൊരു ഓർഡിനറി സ്റ്റുഡൻറ്റ്, ഐ വാസ് ആൻ ഓർഡിനറി സ്റ്റുഡൻറ്റ് ആയിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. ബട്ട് ദ ക്ലാസ് ഈസ് വെരി ബ്രൈറ്റ്. ഇതാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ സ്കൂളിനെ കുറിച്ച് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ. So today we took 5 paragraphs. Okay. So you should read paragraph by paragraph and understand what is there in these paragraphs and try to answer the questions. So while I am teaching the paragraphs, I have given this answers. So one by one I will tell you once again. How did Hawking startle the audience? What is the answer? Stephen Hawking startled his audience
startled his audience. Listeners means audience. Audience by announcing that he thought the end of theoretical physics was in sight. The end of theoretical physics was in sight. Okay, that is the answer. Then the second question, see, Stephen Hawking did not appear to be a promising choice to lead any adventure. Why? Stephen Hawking was sitting silently in an in a wheelchair while one of his students read his lecture to the assembled company. So people thought that he was not a promising man or a man of adventure. അല്ലേ, ഒരു മാൻ ഓഫ് അഡ്വഞ്ചർ ആണ് അല്ലെങ്കിൽ ആയിത്തീരാൻ പോകുന്ന മനുഷ്യനാണ് ഈ ഇരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഹി വാസ് സിറ്റിംഗ് ഇൻ എ വീൽ ചെയർ. ഓക്കെ, വീൽ ചെയറിലിരിക്കുന്നു. വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് റെഡ് ഹിസ് ലെക്ചർ. സോ ദാറ്റ്സ് വൈ. Then next question, can a person be judged by appearance alone? Justify your answer. No, we cannot judge a person by his appearance alone, because a genius can produce results even in his disability. ഡിസേബിലിറ്റിയിൽ പോലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഗുഡ് റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് അപ്പിയറൻസിൽ നിന്നും ഒരു വ്യക്തി എന്താണ് വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഡൾ പേഴ്സണാണ്, അല്ലെങ്കിൽ ഒരു ബാഡ് മാനാണ് എന്ന് നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fifth question, what's it? What do you learn about Stephen Hawking's childhood? Stephen Hawking's parents were Frank and Isabel Hawking. They were not wealthy, but they have given much value for education. വിദ്യാഭ്യാസത്തിന് വളരെ വാല്യൂ നൽകിയ പാരൻസ് ആയിരുന്നു അവർ. They wanted to send their child, that is Stephen Hawking, to Westminster School. But Stephen Hawking was unable to attend the scholarship examination because of his illness. So he was joined in the local St. Albans school. Okay, these are the questions, 4 questions and its answers. So you read the paragraphs slowly and try to answer the questions. Okay, we will stop here. See you tomorrow.